ബിഗ് ബോസ് മലയാളം സീസൺ 7. അങ്ങനെ ബിഗ് ബോസിലെ ഈ സീസണിലെ അവാർഡ് ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയത് നമ്മുടെ അനീഷും ഷാനവാസും കൂടെയാണെന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ അവാർഡ് ഇവർക്കാണ് കിട്ടിയെന്നാണ് തോന്നുന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് ആരെന്ന ചോദ്യത്തിന് നെവിനെയാണ് കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുത്തത്. ആ അവാർഡ് നെവിനാണ് കിട്ടിയത്. ആരും മൈൻഡ് ചെയ്യാത്ത ആളായിരുന്നതിന് ലക്ഷ്മിയെ തിരഞ്ഞെടുത്തു. ഉദ്ഘാടനം കൂടുതൽ കിട്ടുന്നത് ആർക്കാണ് എന്നതിന് അനുവിനെ തിരഞ്ഞെടുത്തു. ഉദ്ഘാടനത്തിന് ആരും വിളിക്കാത്തത് ആരെ എന്നതിന് അവാർഡ് 3 പേര് ചേർന്ന് പങ്കിടുകയാണ് ചെയ്തത്. അക്ബർ, ഷാനവാസ്, അനീഷ്. അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അതുപോലെ തന്നെ നാട്ടുകാർ ചൂലുകൊണ്ട് വരവേൽക്കാൻ അല്ലെങ്കിൽ ചൂലുകൊണ്ട് അടിച്ച് വരവേൽക്കുന്നത് ആരെന്ന ചോദ്യത്തിന് നമ്മുടെ ലക്ഷ്മിയെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. പ്രൊപ്പോസൽസിന്റെ അതിപ്രസരം ആരെന്നതിന് സാബുവിനെ തിരഞ്ഞെടുത്തു. നമ്മുടെ സാബുമാൻ. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന വ്യക്തി ആരെന്നതിന് നമ്മുടെ ഷാനവാസിനെയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ ബിയുടെ ഒരു ട്രെയിനിങ് അക്കാഡമി തുടങ്ങുന്നത് ആരായിരിക്കുമെന്ന ചോദ്യത്തിന് നമ്മുടെ അനീഷിനെ തിരഞ്ഞെടുത്തു. ഫാഷൻ ഐക്കൺ ജിസേലായിരുന്നു. ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ് എന്ന് പറയുന്നതിന് ഷാനവാസിനെ തിരഞ്ഞെടുത്തു. ഒരു ലോണ് പോലും കിട്ടില്ല എന്നുള്ളതിന് നമ്മുടെ ജിഷനെ തിരഞ്ഞെടുത്തു. പുറത്തിറങ്ങിയാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതാരെന്ന ചോദ്യത്തിന് അനുമോളെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ പുറത്ത് ആരാധകർ ചുറ്റി, അതായത് ഇറങ്ങുമ്പോൾ കാത്തു നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നത് ആരെന്നതിന് അനീഷിനെയാണ് തിരഞ്ഞെടുത്തത്. മഞ്ഞപത്രം അക്ബറിനെ തിരഞ്ഞെടുത്തു. ഒരു അവാർഡും കിട്ടാൻ സാധ്യതയില്ലാത്തതായിരുന്നതിന് ഒരുപാട് പേരുണ്ടായിരുന്നു. ബിന്നി, ആര്യൻ, അനീഷ്, അവർക്കെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ആ ഒരു അവാർഡ് ഷെയർ ചെയ്തത്. സോ അങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്ക് തോന്നുന്നു ഷാനവാസ്, അനീഷ്, പിന്നെ അനുമോള്, ലക്ഷ്മി, ഇവരൊക്കെ ആയിരുന്നു. നെവിനും 2 എണ്ണം കിട്ടിയെന്ന് തോന്നുന്നു. സോ അവാർഡ് നിശ്ചയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം.